ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ഈസി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സ്പാനിഷ് ഓംലെറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണ്. നമ്മൾ വീട്ടിലുള്ള 3-4 ചേരുവകൾ ഇട്ടിട്ട് വളരെ പെട്ടെന്ന് ബാച്ചിലേഴ്സിനും വർക്കിംഗ് ലേഡീസിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാട്ടോ. അപ്പോൾ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം? നമ്മുടെ സ്പാനിഷ് ഓംലെറ്റിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു വലിയ സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.25 കപ്പ് പോലെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് ഞാൻ നല്ല 4 കീറിയിട്ട് നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് 10 മിനിറ്റ് വെള്ളത്തിലിട്ട് പിന്നെ എടുത്ത് നന്നായി വെള്ളമൊക്കെ പോക്കി തുടച്ച് വെച്ചാട്ടോ. ഇത് രണ്ടും ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം. നമ്മൾ ബിരിയാണിക്കൊക്കെ ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആക്കി പൊരിച്ച് പോരല്ലേ, ആ ഒരു രീതിയിൽ കോരിയെടുക്കണേ. പാൻ വെച്ച് തീ ഓണാക്കിയിട്ട് അതിലേക്ക് 1/4 കപ്പ് ഒലീവ് ഓയിൽ ഒഴിച്ചെടുക്കുകയാണേ. ഒലീവ് ഓയിലിന് ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. ഇതിനൊന്ന് ചൂടായി വരട്ടെ. ഒലീവ് ഓയിൽ നന്നായി ചൂടായിട്ട് ഞാൻ ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് ഉള്ളി വാടുമ്പോൾ നമുക്ക് പൊട്ടാറ്റോയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉള്ളി ഇതാ ചെറുതായിട്ടൊന്ന് വാടിയുണ്ട്. ആ സമയത്ത് നമുക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഒരു 1.25 കപ്പോളം ഉണ്ട് കേട്ടോ പൊട്ടാറ്റോ. ഇനി ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരണം. ഒരു 10-15 മിനിറ്റോളം എടുക്കും കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് കണ്ടോ, നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മുരിഞ്ഞ് പൊട്ടാറ്റോ ഒക്കെ വെന്തുണ്ട്. പൊട്ടാറ്റോ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ കണ്ടോ മുറിയുന്നുണ്ട്, എല്ലാം വെന്ത്. ഇത് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം കേട്ടോ. കോരുന്ന സമയത്ത് വേണേൽ തീ ഇത്തിരി കൂട്ടി വെച്ചോളണ്ടേ. അപ്പോൾ എന്നിട്ട് കോരി മാറ്റാം. ഇനി ഞാൻ വേറൊരു ബൗളെടുത്ത് ഒരു 3 മുട്ട, നമ്മളെ സ്പാനിഷ് ഓംലെറ്റ് അല്ലേ, 3 മുട്ടയിലേക്ക് പൊട്ടിച്ച് വയ്ക്കാൻ പോവുകയാണേ. മുട്ട ഒഴിച്ചുകൊണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഞാൻ ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. ഇത്തിരി മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന്, ഒരു 1/2 ടീസ്പൂണ് 3/4 ടീസ്പൂണോളം വേണ്ടി വരും. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ, കുരുമുളക് ചതച്ചതും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഒരു നല്ല എരിവുള്ള 3 പച്ചമുളക്, ഓരോ മുട്ടക്ക് ഓരോന്ന് കണക്കാക്കിയിട്ട് 3 എണ്ണം ചേർക്കുകയാണേ. ഇത് ഓപ്ഷണലാണ്, ഒറിജിനൽ റെസിപ്പിയിൽ ഇല്ല. പക്ഷെ നമുക്ക് എരിവില്ലാതെ അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇത് ചേർത്താൽ നല്ലൊരു ഫ്ലേവറുമാണ് ഗ്രീൻ ചില്ലിൻ്റെ. ഓക്കെ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിതൊരു 10 മിനിറ്റ്, നമ്മൾ ആ ഉള്ളിയൊക്കെ മുരിഞ്ഞെടുത്തില്ല, അതൊക്കെ ഈ മുട്ടയിലേക്ക് ഒന്ന് പിടിക്കാൻ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. ഒരു എന്തെങ്കിലും ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചിട്ട് 5 മിനിറ്റോളം ഞാൻ വെച്ചു. കഴിഞ്ഞു. ഇതൊക്കെ ഒന്ന് ഇതിലേക്ക് ഇറങ്ങി ഇതാ ഒന്ന് തിക്കാകും പോലെ ഫീൽ ചെയ്യും. ഇനി ഞാൻ ഇതാ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മൾ കണ്ടില്ലേ ആ ഒരു 3 എഗ്ഗിൻ്റെ അതാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ച് എടുത്താൽ മതി. അതിലേക്ക് ഞാൻ നേരത്തെ പൊരിച്ച് കോരിയെന്ന് ബാക്കിയുള്ള ഒരു 1.5 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 2 ആൾക്ക് നല്ലോണം കഴിക്കാൻ ഉണ്ടാവും കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്, വൈകുന്നേരം ചായക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇനി ഞാൻ നല്ലോണം ചൂടായതുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. ഞാൻ ഒഴിച്ചു. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ ഒരു 30-45 സെക്കൻഡോളം വെക്കുന്നു. അടിച്ചേക്കട്ടെ. എന്നിട്ട് കുറഞ്ഞ തീയിൽ നോക്കണം, ശ്രദ്ധിക്കണം, ഒരു 3-4 മിനിറ്റ് വെക്കട്ടെ. അപ്പം നമുക്ക് നോക്കാം. അടിഭാഗം ഒന്നായിണ്ടേ, അല്ല നോക്കണം എത്ര, അല്ല ഇതാ മറിച്ചിടാൻ കിട്ടുന്ന രൂപത്തിൽ ആയിണ്ട്. ഇതിന് നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കണം. അതോ ആദ്യം ഒരു പ്ലേറ്റ് ഇങ്ങനെ കമത്തിയിട്ട് അതിലേക്കാക്കാം, എന്നിട്ട് തിരിച്ചിട്ടെടുക്കാം. ഇതാ ഇത്തിരി ഒരു റെഡായി പോയിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണം, തീ കുറച്ച് വെക്കണം കേട്ടോ. ആദ്യത്തെ 30 സെക്കൻഡ് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് തന്നെ മെല്ലെ
ഫ്രൈ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണേ. മറ്റ് മോൾ ഭാഗം അടിയിലേക്കാക്കിയിട്ട് 2 മിനിറ്റ് കൂടി ചെറിയ തീയിലിട്ടിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കട്ടെ. ചെറിയ തീയിലേ ഇടാവേ. ഈ സൈഡും ആയിണ്ട്. ഇതാ അധികം കുക്കായ ഹാർഡായി പോവുക. ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി, ഒന്നുമില്ല. അല്ല ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. നമ്മൾ അടിപൊളി സ്പാനിഷ് ഓംലേറ്റ് റെഡിയാണ്. കണ്ടോ ഈ ഒരു ഭാഗം ആദ്യം ഞാൻ വെച്ച് പറഞ്ഞ സമയത്തേ ഫ്രൈ പാൻ ഇത്തിരി അധികം ചൂടായിപ്പോയി, അപ്പോൾ ഒഴിച്ചപ്പോഴേക്ക് ഇത്തിരി റെഡായിപ്പോയതാണ്. ഈ ഒരു രൂപത്തിൽ എടുക്കണം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം വളരെ ഈസിയാണ്, നല്ല ഹെവിയാണ്. ഓക്കെ, കുറച്ചാണ്. ഇതാ കണ്ടോ, നല്ല ചൂടാണ്. ഉള്ളൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. രാവിലെ വർക്കിംഗ് ലേഡീസിനും ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ചെയ്യുക, കഴിക്കുക. അപ്പോൾ എന്നും പറയും പോലെ നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും അതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു.